കുറേ കാലത്തിന് ശേഷം ഒരു ചാർട്ട് വർക്കിന് ഇരിക്കുകയാണ്. അപ്പോഴാണ് കുറേ പേര് ചോദിക്കാറുണ്ട്, നല്ല ചിത്രം വരയ്ക്കാൻ അറിയാത്തവർ അതേപോലെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ എങ്ങനെ ചാർട്ട് വർക്ക് ചെയ്യാം, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അവർക്കൊരു സൊല്യൂഷനാണ് എങ്ങനെ സ്മാർട്ടായിട്ട് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്കെച്ച് പെൻസ് ഉണ്ട്, മാർക്കേഴ്സ് ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ എഴുതാനാണ് പോണത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഹിന്ദിയുടെ കൂട്ടത്തിൽ. സ്കെയില്, സിസേഴ്സ്, ഇറേസറുണ്ട്, പെൻസിലുണ്ട്. അപ്പോൾ ഒരു ചിത്രം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഒരു ജോക്കറിൻ്റെ ചിത്രമാണ്. നിങ്ങൾക്ക് ഏത് ചിത്രം വേണമെങ്കിലും ഇപ്പോൾ നെറ്റിൽ ഒരുപാട് ഗൂഗിളിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ചിത്രങ്ങൾ അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനത്തെ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളർ പ്രിൻറ്റ് വേണമെങ്കിൽ കളർ പ്രിൻറ്റ് അല്ലെങ്കിൽ നോർമൽ പ്രിൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് നമ്മൾ ഇതേ ഷേപ്പിൽ എടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് കാണാം. ഇത് ചിത്രം വെട്ടിയെടുത്തിട്ടുണ്ട്. അതേ ഷേപ്പിലാണ് ഏകദേശം വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ചിത്രം അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തത് ഗ്ലിറ്റർ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്ത് വെക്കാം. നമ്മളിതാ ജോക്കറിൻ്റെ ചിത്രം നടുവിലായിട്ട്, ഏകദേശം ചാർട്ടിൻ്റെ നടുവിലായിട്ട് ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ ജോക്കറിൻ്റെ രണ്ട് സൈഡിലേക്കും ലൈൻ വെച്ചിട്ട് ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത് എങ്ങനെയെന്ന് പറയാം. നമുക്ക് ഈ ലൈനിനെ 4 ലൈൻ ആക്കി മാറ്റാം. നമ്മുടെ പ്രൈമറി സ്റ്റുഡൻസ് ഇംഗ്ലീഷ് എഴുതുന്ന പോലെ തന്നെ അതിൽ എഴുതി കഴിഞ്ഞാൽ ഹിന്ദി ആണെങ്കിലും നല്ല രസമായിട്ട് വരും. അപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ഇതിന് 4 ലൈൻ ആക്കി മാറ്റാം. ഇത് പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന് ഇനി മാർക്കർ വെച്ചിട്ട് അതിനെ എഴുതി ബോൾഡായിട്ട് എഴുതാൻ നോക്കാം. ഇത് ആവോ സീഖെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് സംഖ്യ കെ ഭേദ് എന്നും കൂടി എഴുതാൻ പോവാണ്. മാർക്കർ എപ്പോഴും ഈ സൈഡിലേക്ക് ചെരിഞ്ഞ ഭാഗം പരത്തി ചാർട്ടിലേക്ക് വെച്ചിട്ട് വേണം തുടങ്ങാൻ. ആ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ വരാൻ ശ്രമിക്കുക. ഇത് ലൈൻ ഇട്ടു. സ്ട്രെയിറ്റ് ലൈൻ കിട്ടാത്ത പക്ഷം ചെറിയ സ്കെയിൽ യൂസ് ചെയ്യുക. വേണ്ട പോലെ അതേ സ്ലാൻഡിങ് സൈഡ് താഴെ വെച്ചിട്ട് ഫുള്ളായിട്ട് വരയ്ക്കാൻ നോക്കുക. ഇത് അതേപോലെ ഈ ജോക്കറിൻ്റെ താഴെയായിട്ട് ഞാനൊരു ചെറിയ ലൈൻ, ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഭേദം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിവാചക സംഖ്യ എന്ന് എഴുതിയിട്ടുണ്ട്, ജാതിവാചക സംഖ്യ എഴുതിയിട്ടുണ്ട്. ജാതിവാചകത്തിൽ വീണ്ടും 2 ഭേദം ഉള്ളതുകൊണ്ടാണ് അത് ഒറ്റ ലൈനിൽ എഴുതിക്കുന്നത്. ഇനി ഞാൻ ഭാവവാചക സംഖ്യ എന്നും കൂടി ഇവിടെ എഴുതാൻ പോകുന്നുണ്ട്. ഇതവിടെ അങ്ങനെ ഞാൻ ഇത് 3 സ്കെച്ച് കൊണ്ട് എഴുതിയതിന് ശേഷം ഇവിടെ ഓരോ ചിത്രം വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് അത് ഡിനോട്ട് ചെയ്യുന്നത് വ്യക്തിവാചക. അപ്പോൾ പേരുകൾ മാത്രമാണ് ഇവിടെ വരിക. ഇവിടെ വരച്ചിരിക്കുന്നത് സൂരജ്. ജാതിവാചകത്തിൽ ഇതാ പർവ്വത്ത് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും സിമ്പിളാണ്. ആർക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് പറയണവന് പോലും വരയ്ക്കാം. അതേപോലെ ഭാവവാചകത്തിൽ 2 ഇമോജി വരച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ചിരിക്കുന്നതും ഒന്ന് കരയണതും അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജാതിവാചക സംഖ്യയുടെ ബാക്കി 2 ഭേദങ്ങൾ, ജാതിവാചക സംഖ്യയുടെ ബാക്കി 2 ഭേദങ്ങളാണ് വരയ്ക്കാൻ പോണത്. സമൂഹവാചകം അതേപോലെ ദ്രവ്യവാചകം. അതും കൂടി കഴിഞ്ഞാൽ ചാർട്ട് ഏകദേശം ഫിനിഷായി. ഇവിടെ അങ്ങനെ എല്ലാതിനും ഈ 2 ചിത്രം വെച്ച് വരയ്ക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ദൂരം അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് ചെറിയൊരു ഡിഫറൻസ് വരുത്തേണ്ടി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ഞാനിവിടെ സമൂഹവാചകത്തിന് സഭ എന്നുള്ളത് കൊടുക്കുകയാണ്. കാരണം കുറേ ആൾക്കാരുടെ ഒരു കൂട്ടം ഇവിടെ അങ്ങനെ കൊടുക്കുകയാണ്. ഒരു ചെറിയ പേപ്പർ കട്ടിങ്ങാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ നിങ്ങൾക്കത് നോക്കിയാൽ കാണാം. സോ ഇവിടെ ചാർട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഞാൻ മാറ്റി ചെയ്തതാണ്. സോറി. ഇപ്പം നമ്മുടെ ചാർട്ട് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാം വരച്ച് വന്നപ്പോഴാണ് 2 കൂടി ഒരേ സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായത്.